തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പണിമുടക്കിനെ തുടർന്ന് കാർഗോ നീക്കത്തിലും വൻ പ്രതിസന്ധി. വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടിയിരുന്ന 20 ടൺ ഭക്ഷ്യവസ്തുക്കൾ കെട്ടിക്കിടക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ടിയിരുന്ന ഭക്ഷ്യവസ്തുക്കളാണിത്. എയർ ഇന്ത്യ സാറ്റ്സ് കൈകാര്യം ചെയ്യുന്ന വിമാനങ്ങളിലെ കാർഗോ നീക്കത്തിലാണ് പ്രതിസന്ധി. എയർ ഇന്ത്യ എക്സ്പ്രസ്, മസ്കറ്റ്, അബുദാബി, ഷാർജ, എയർ അറേബ്യ, ഖത്തർ എയർവേസ്, കുവൈറ്റ് വിമാനങ്ങളിലെ കാർഗോ നീക്കമാണ് മുടങ്ങിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്നലെ രാത്രി തുടങ്ങിയ എയർ ഇന്ത്യ സാറ്റ് ജീവനക്കാരുടെ പണിമുടക്ക് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നുവെന്നും പറയാൻ. ഏതാണ്ട് 20 ടൺ കാർഗോ കയറ്റി അയക്കേണ്ട കാർഗോസ് കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ്. അതുമൂലം വിമാനങ്ങൾ വൈകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ്, മസ്കറ്റ്, അബുദാബി, ഷാർജ, എയർ അറേബ്യ, ഖത്തർ എയർവേസ്, കുവൈറ്റ് വിമാനങ്ങളിലെ കാർഗോ നീക്കമാണ് മുടങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇവ മുടങ്ങിയിരിക്കുന്നുവെന്ന് വേണം പറയാൻ. പുലർച്ചെ എമിറേറ്റ്സ് വിമാനത്തിൽ മാത്രമാണ് കുറച്ചെങ്കിലും കാർഗോ കയറ്റി അയക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും നേതാക്കൾ ഒരുമിച്ചാണ് ഈ പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. ഇങ്ങനെയൊരു സമരവുമായി അപ്രതീക്ഷിതമായി കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? 5 മാസത്തോളമായി നടക്കുന്ന ചർച്ചയുണ്ട്. ആ ചർച്ച റീജിയണൽ ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ്. വേതന പരിഷ്കരണവും ഇപ്പോൾ ലേറ്റസ്റ്റ് ഇമ്മീഡിയറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ബോണസുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ ഒരു ചർച്ച തുടങ്ങി ആ വിഷയത്തിൽ കൺക്ലൂഷൻ എത്താൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ബോണസിന്റെ വിഷയം വന്നു. അപ്പോൾ എയർപോർട്ടിലെ മറ്റു കമ്പനികൾ, ഇവിടെ 11ഓളം കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, മറ്റു കമ്പനികൾ ബോണസ് അടക്കമുള്ള വിഷയങ്ങളിൽ സെറ്റിൽമെന്റ് ആക്കാൻ തയ്യാറായി വന്നു. പലതും ഒപ്പുവെച്ച് കഴിഞ്ഞു. ലേബർ കമ്മീഷൻ നടത്തിയ മുഴുവൻ ശ്രമവും ഇവരുടെ മുമ്പിൽ പരാജയപ്പെട്ടു. എയർ ഇന്ത്യ സാറ്റ്സ് നിയമപ്രകാരമുള്ള മിനിമം ബോണസ് ആക്ടിലെ 65 ബോണസ് ആക്ടിലെ മിനിമം, ആ മിനിമം കൊടുക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ടപ്പോൾ ലേബർ കമ്മീഷണർ തന്നെ പറഞ്ഞു, നമുക്ക് വേറെ മാർഗ്ഗമില്ല, തൊഴിലാളിക്ക് കൊടുക്കേണ്ട ആനുകൂല്യം നിങ്ങൾ കൊടുത്തേ വെക്കുള്ളൂ. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ മുമ്പ് കൊടുത്ത നോട്ടീസ്, ആ നോട്ടീസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലേബർ കമ്മീഷണർ മുമ്പിൽ അവിടെ വെച്ച് തന്നെ നമ്മൾ സമരം ഡിക്ലെയർ ചെയ്ത് കത്ത് കൊടുക്കുകയും അത് 6-ാം തീയതിയാണ്. 7-ാം തീയതി രാത്രി മുതൽ സമരം ചെയ്യുന്നുള്ളൂ. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് സമരം ആരംഭിക്കുകയുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം, ഏതെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? കാരണം കാർഗോ നീക്കം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ച മാനേജ്മെന്റ് നേരിട്ട് ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ ചേംബർ ഓഫ് കോമേഴ്സ് പോലുള്ള സ്ഥാപനങ്ങൾ, പൊതുസമൂഹവും വ്യാപാരി സമൂഹവും ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കൾ ഇന്നലെ രാത്രി മുതൽ അവർ വളരെ സജീവമായി ഒരു ചർച്ച ചെയ്യിപ്പിക്കുന്ന നിൽക്കുകയാണ്. അവരുടെ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ റീജിയണൽ ലേബർ കമ്മീഷണറെ വിളിച്ചു. ഇപ്പോൾ ജസ്റ്റ് നൗ അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. വന്ന് മാനേജ്മെന്റിന് അവധി ദിവസമാണെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ സ്ഥലത്തില്ല, പക്ഷെ അദ്ദേഹം വരികയാണ് കാറിൽ. വന്നിട്ട് മാനേജ്മെന്റുമായിട്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കാം, യൂണിയൻ തയ്യാറാവണം എന്ന് പറഞ്ഞു. തയ്യാറാവാമെന്ന് പറഞ്ഞു. അത് ചേംബർ ഓഫ് കോമേഴ്സ് ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അതിന് തയ്യാറായത്. അപ്പോൾ അത്തരത്തിലാണ് ഈ തൊഴിലാളി സംഘടനാ നേതാക്കളുടെ പ്രതികരണം. സ്വാഭാവികമായി വലിയ തരത്തിൽ ചരക്ക് നീക്കത്തെ ബാധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം. അത് ഇവിടെ നിന്ന് കാർഗോ എക്സ്പോർട്ടിനെ, അതായത് പെരിഷബിൾ ആയിട്ടുള്ള അധിക നേരം വെക്കാൻ കഴിയാത്ത കാർഗോസിന്റെ നീക്കത്തെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സമരം ബാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അങ്ങനെ 20 ടൺ കാർഗോ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാത്രം കെട്ടിക്കിടക്കുകയാണ്. ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പോർട്ടറാണ്. ഞങ്ങൾ ഇവിടുന്ന് വെജിറ്റബിൾസ് ആണ്, ഫിഷ്, ഇതേപോലെ സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു സമരം ഉണ്ടെന്ന കാര്യമോ ഒന്നും ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. സാധനമായി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴും ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു സമരമുണ്ട്, ഞങ്ങളുടെ സാധനം പോകില്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ 15-ാം തീയതി ഓണമാണ്. ഈ ഓണത്തിന് വേണ്ടിയുള്ള കച്ചവടമാണ് ഞങ്ങൾ മെയിനായിട്ട് ഇപ്പം നോക്കുന്നത്. ഞങ്ങളുടെ ഓൾറെഡി ഞങ്ങളുടെ ബയേഴ്സിൻ്റെ ഞങ്ങൾ ഓർഡർ എടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ അതനുസരിച്ച് ഞങ്ങൾ പല തോട്ടങ്ങളൊന്നും മെറ്റീരിയൽസ് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അടിയന്തരമായിട്ട് ഇപ്പം പറയുകയാണ് നമ്മുടെ കാറുകൾ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിവിടെ നിസ്സഹായരായിട്ട് ഇവിടെ നിൽക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അടക്കം സഹകരണത്തോടെയാണ് ഇപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ എയർ ഇന്ത്യ സാറ്റ്സ് പ്രതിനിധികളുമായി അടക്കം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.